നമസ്കാരം. 2026 മാർച്ച് മാസത്തിലെ മേടം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്ര ജാതകർക്ക് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഇതൊരു സാധാരണ മാസഫലമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന്റെ മാസമാണ്. പുറത്തേക്ക് നിങ്ങൾ വലിയ ധൈര്യവും ശക്തിയും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റത്തിന്റെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക മാസമാണ്. ഒരു വശത്ത് ഒന്നാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും ചേർന്ന് മുൻപോട്ട് പോകുവാനുള്ള ഊർജം നൽകുമ്പോൾ, മറുവശത്ത് 12ാം ഭാവത്തിലെ ശനിയും ശുക്രനും ചേർന്ന് മാനസികമായ ഉൾവലിയലും നൽകുന്ന ഒരു മാസമാണ്. ഈ മാസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും അടുത്ത ഒരു 6 മാസത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കേൾക്കുവാൻ ശ്രമിക്കുക. കാരണം ഇതൊരു സാധാരണ പ്രവചനമല്ല, നിങ്ങൾക്കൊരു മുന്നറിയിപ്പും അതോടൊപ്പം ഒരു വലിയ അവസരവും നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. ആദ്യം നമുക്ക് ഈ മാസത്തെ ഗ്രഹനില എന്ന് മനസ്സിലാക്കാം. മേടം രാശിക്കാർക്ക് വളരെ ശക്തമായ ഗ്രഹനിലയാണ് മാർച്ച് മാസം കാണുന്നത്. നിങ്ങളുടെ 1ാം ഭാവത്തിൽ, അതായത് ജന്മരാശിയിൽ തന്നെ സൂര്യൻ, ചൊവ്വ, രാഹു, ബുധൻ എന്നീ 4 ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. 3ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത മാർച്ച് 11 വ്യാഴം വക്രഗതി മാറി നേർരേഖയിലാകുന്നു എന്നതാണ്. 5ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട്. കൂടാതെ 12ാം ഭാവത്തിൽ ശുക്രനും ശനിയും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഓർക്കുക, ഇത് നിങ്ങൾക്ക് 7.5 ശനിയുടെ 1ാം ഘട്ടത്തിന്റെ ഒരു സമയം കൂടിയാണ്. ഈ ഗ്രഹനില നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി വിശദമായി മനസ്സിലാക്കാം. 1ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, രാഹു, ബുധൻ എന്നീ 4 ഗ്രഹങ്ങൾ ചേർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം അതിശക്തമാകും. എന്ത് കാര്യവും ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്കത് സാധിക്കും എന്നൊരു മനോഭാവം നിങ്ങളിൽ ഉയരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു അപകടവും പതിയിരിപ്പുണ്ട്. രാഹുവിന്റെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ നിങ്ങളുടെ ഈ ആത്മവിശ്വാസം ചിലപ്പോൾ അതിര് കടക്കുവാൻ സാധ്യതയുണ്ട്. ആളുകൾ നിങ്ങളെ ഒരു എടുത്തുചാട്ടം കൂടുതലുള്ള ഒരു വ്യക്തിയായി കാണുവാൻ തുടങ്ങിയേക്കാം. ബുധന്റെ സ്വാധീനം കൂടെ ഉള്ളതിനാൽ നിങ്ങളുടെ വാക്കുകൾക്ക് നല്ലൊരു കൂർമ്മത ഉണ്ടായിരിക്കുന്ന ഒരു മാസമാണ്. സംസാരത്തിൽ ഒരു വേഗത വരുന്ന ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അടുത്ത ബന്ധങ്ങൾ വരെ നശിപ്പിക്കുവാൻ അതിന് സാധ്യത ഏറെയുള്ള ഒരു മാസം കൂടിയാണ് മാർച്ച് മാസം. അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ 2 പ്രാവശ്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇനി കരിയറിന്റെ കാര്യത്തിലോട്ട് വരുന്നാൽ, ഈ മാസം അതായത് ഈ മാർച്ച് മാസം നിങ്ങൾക്ക് ജോലി ഭാരം വർദ്ധിക്കുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ശാന്തത പാലിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പ് തന്നെയാണ്. മാർച്ച് 15 വരെ സൂര്യൻ നിങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നതാണ്. സുഹൃത്തുക്കൾ, നിങ്ങളുടെ നെറ്റ്വർക്ക്, പഴയ പരിചയങ്ങൾ വഴി പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. എന്നാൽ മാർച്ച് 15 ശേഷം സൂര്യൻ മീനം രാശിയിലേക്ക്, അതായത് നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ മാറ്റം അനുഭവപ്പെടും. ശനി ഇതിനകം അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ സൂര്യ ശനി സംയോജനം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. എന്നാൽ ഈ മാസത്തെ ഏറ്റവും വലിയ അനുഗ്രഹം 3ാം ഭാവത്തിലെ വ്യാഴം മാർച്ച് 11 നേർരേഖയിലാകുന്നു എന്നതാണ്. ഇതുവരെ നിന്നുപോയ അപേക്ഷകൾ, ഇന്റർവ്യൂസ്, അതുപോലെ മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ എന്നിവ പെട്ടെന്ന് മുൻപോട്ട് പോകും. സഹോദരങ്ങൾ, കൂട്ടുകാർ വഴി നിങ്ങൾക്ക് വലിയ ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് 11 ശേഷം. നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്കെല്ലാം ഫലം കണ്ടു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. നിക്ഷേപം, ട്രേഡിംഗ്, ഓൺലൈൻ പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഫീൽഡുകൾ എന്നിവയിൽ അവസരങ്ങളൊക്കെ ഉയരുന്നതാണ്. ബിസിനസ്സിൽ ലാഭസാധ്യതയും വർദ്ധിക്കുന്ന ഒരു മാസം തന്നെയാണ്. എന്നാൽ 12ാം ഭാവത്തിലെ ശനി അനാവശ്യമായ ചിലവുകളും വർദ്ധിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ കരുതലോടെ ചിലവുകൾ കൊണ്ടുപോകേണ്ടതാണ്. പ്രത്യേകിച്ച് മാർച്ച് മാസത്തിന്റെ 2ാം പകുതിയിൽ വലിയ നിക്ഷേപങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ചിലർക്ക് വിദേശയാത്രാ സാധ്യതയും വിദേശ ബന്ധങ്ങളൊക്കെ ശക്തമാകുവാനുള്ള ഏറ്റവും നല്ല ഒരു സമയവും കാത്തിരിപ്പുണ്ട്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികൾക്ക് 5ാം ഭാവത്തിലെ കേതു ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ നൽകും. പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയുവാൻ സാധ്യതയുണ്ട്. പുസ്തകം തുറന്നു വയ്ക്കുമ്പോൾ മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ
പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും തയ്യാറെടുക്കുന്നവർ മാർച്ച് 15 മുൻപുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ ഒരു സമയമാണ് നിങ്ങളുടെ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്. ഇനി ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണ്ടുന്ന ഒരു മാസമാണ്. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ടതായ കാര്യങ്ങളുമില്ല. ദാമ്പത്യത്തിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ പെരുമാറ്റം കുറച്ച് കടുപ്പമുള്ളതായി തോന്നാം. 1-ാം ഭാവത്തിലെ ഗ്രഹസമൂഹം നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതിനാൽ പങ്കാളിയെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും പ്രത്യേകം നിങ്ങൾ തയ്യാറാവുക. 5-ാം ഭാവത്തിലെ കേതു കാരണം പ്രണയബന്ധങ്ങളിൽ അനാവശ്യമായ സംശയങ്ങളൊക്കെ കടന്നുകൂടാം. നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയിതാവ് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെയുള്ള തോന്നൽ ശക്തമാകുന്ന ഒരു മാസമാണ്. ഇതൊക്കെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ്. കാരണം ഈ ഒരു അവസ്ഥ താൽക്കാലികമാണ്. പരസ്പരം തുറന്ന ആശയവിനിമയം സാധ്യമെങ്കിൽ ഈ ബന്ധങ്ങളിലുള്ള വലിയ ദൂരങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായി ശ്രദ്ധ വേണ്ടുന്ന ഒരു മാസമാണ്. ആരോഗ്യകാര്യത്തിൽ മാർച്ച് 15 ശേഷമുള്ള സമയം വളരെ പ്രധാനമാണ്. സൂര്യനും ശനിയും 12-ാം ഭാവത്തിൽ ചേരുമ്പോൾ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണ് സംബന്ധമായ ബുദ്ധിമുട്ട്, ഉറക്കക്കുറവ്, നിങ്ങൾക്ക് ശാരീരികമായ ക്ഷീണം എന്നിവ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ഇത് ശനിയുടെ സ്വഭാവവും സൂര്യന്റെ അഗ്നിതത്വവും ചേർന്നുള്ള ഒരു ഫലമാണ്. ഇനി ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ വേണ്ടി മേടം രാശിക്കാർ ഈ മാസം ചെയ്യേണ്ടതായ ചില ലളിതമായ പരിഹാര മാർഗങ്ങൾ കൂടിയുണ്ട്. ഇതെല്ലാം ശക്തിയുള്ളതുമാണ്. ഏഴര ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കുവാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജന വഴിപാട് ചെയ്യുക. ഓം നമഃശിവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ശനിയാഴ്ചകളിൽ ജപിക്കുന്നത് ഏറെ ഗുണകരമാണ്. 1-ാം ഭാവത്തിലെ ചൊവ്വയുടെ തീവ്രതയും കോപവും നിയന്ത്രിക്കുവാൻ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് നല്ലതാണ്. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലും പൂജകളിലും ചേർക്കുന്നതുമാണ്. അപ്പോൾ ഈ മാസം, അതായത് ഈ മാർച്ച് മാസം നിങ്ങൾക്ക് ഒരു പരീക്ഷണവും ഒപ്പം നിങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറന്നു തരുന്ന ഒരു മാസമാണ്. നിങ്ങൾ ശരിയായ ബോധത്തോടെ ശാന്തമായി മുന്നോട്ട് നീങ്ങിയാൽ ഇതേ മാസം നിങ്ങളെ വലിയ ഉയരങ്ങളിൽ എത്തിക്കുന്ന വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. ഗ്രഹങ്ങൾ നിങ്ങൾക്കൊരു ദിശ മാത്രമാണ് കാണിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങൾ മാത്രമാണ്. ആത്മപരിശോധനയും ആത്മവിശ്വാസവും ഒരുമിച്ച് പരീക്ഷിക്കുന്ന ഈ മാർച്ച് മാസത്തെ നിങ്ങൾ ധൈര്യപൂർവ്വം നേരിടുക. നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്തേട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.